ഏതായാലും ആ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു. SFI പ്രവർത്തകരെ സർവകലാശാല ക്യാമ്പസിനകത്തുള്ള ആസ്ഥാനത്തെ സെറ്റ് ഹാളിന് മുൻപിലുണ്ടായിരുന്ന പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്നതനിലേക്ക് പോവുകയാണ്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. അലക്സ്, ഈ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസിന്റെ ശ്രമം? പ്രജന തീർച്ചയായും SFI പ്രവർത്തകരെ ബലം പ്രയോഗിച്ചത് സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് നീക്കുകയാണ്. SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസ് സ്വീകരിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം സംഘർഷ സാധ്യത പരിഗണിച്ചാണെന്ന് പോലീസ് പറയുന്നുണ്ട്. കാരണം അകത്ത് RSSന്റെയും ABVP യുവമോർച്ച പ്രവർത്തകർ അകത്ത് തമ്പടിച്ചിട്ടുണ്ട്. ഇതിൽ SFI പ്രവർത്തകർ വലിയ പ്രതിരോധം ഉയർത്തുന്നുണ്ട്. കാരണം അവർ പറയുന്നുണ്ട് അനുമതിയില്ലാത്ത പരിപാടി ഇത് നടത്തില്ല, മാന്യമായി പ്രതിഷേധിക്കാൻ വന്നവരാണ്. ഈ പരിപാടിക്കകത്ത് മറ്റൊരു സംഘർഷാന്തരീക്ഷം തങ്ങൾ സൃഷ്ടിച്ചില്ലാന്ന് SFI പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു. SFIയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കളടക്കം ഇവിടെ എത്തിയിരുന്ന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ബലപ്രയോഗത്തിലുള്ള ഒരു ആക്ഷൻ ഉണ്ടായിരിക്കുന്ന SFI പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റി എന്നാൽ മാത്രമേ ഈ സംഘർഷ സാധ്യത ഒഴിവാകൂ എന്നാണ് പോലീസ് വിലയിരുത്തിയിട്ടുള്ളത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. പോലീസും SFI നേർക്ക് വാക്കേറ്റവും ഉന്തും തള്ളും നടക്കുന്നു. അത് അവരുടെ നേർക്ക്, അതായത് SFI പ്രവർത്തകരെ ഇവിടെ നിന്ന് ബലപ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു ബലപ്രയോഗം, തിരിച്ചൊരു പ്രതിരോധം SFI ഉയർത്തുന്നത്. അവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെങ്കിൽ അകത്തെ പരിപാടി റദ്ദ് ചെയ്ത് അകത്തിരിക്കുന്ന ഈ പത്മനാഭ സേവാ പ്രവർത്തകരും അതുപോലെ അകത്തുള്ള RSS ABVP യുവമോർച്ച പ്രവർത്തകരൊക്കെ ഈ പരിപാടി റദ്ദ് ചെയ്ത് പുറത്തേക്ക് പോയാലേ SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനം വിടുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ നിലപാട്, അവരുടെ തീരുമാനം. അത് അവർ അറിയിക്കുകയും ചെയ്തു. നേരത്തെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നു. സിൻഡിക്കേറ്റ് യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം അനുമതിയില്ലാത്ത പരിപാടിയാണ്. ആ പരിപാടി ഇവിടെ നടത്താൻ അനുമതി. കാരണം ഇതിന്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് പത്മനാഭ സേവാ സമിതി ഈ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ അപേക്ഷ പരിഗണിക്കുകയും ആ അപേക്ഷ നൽകുന്ന അനുമതിയിൽ രജിസ്ട്രാർ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു. മതപരമായ പ്രസംഗങ്ങൾ, പരിപാടികൾ അതൊന്നും നടത്താൻ പാടില്ല. സർവകലാശാലയുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിനും അന്തസ്സിനും യോജിക്കാത്ത വിധമുള്ള പരിപാടികളോട് നടത്താൻ അനുവദിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ രജിസ്ട്രാർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അനധികൃതമായി ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം കൊണ്ടുവച്ചൊരു സംഘർഷ സാധ്യത ഉണ്ടാക്കാൻ, ഒരു സംഘർഷ സാഹചര്യം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തിയെന്ന് SFI ആരോപിക്കുന്നുണ്ട്. രൂക്ഷമായ രീതിയിൽ വാക്കേറ്റവും പ്രതിഷേധവും നടക്കുന്നു. SFI പ്രവർത്തകരും പോലീസും രൂക്ഷമായ രീതിയിൽ വാക്കേറ്റവും പ്രതിഷേധവും നടത്തുന്നുണ്ട്. ഉന്തും തള്ളും നടക്കുന്നുണ്ട്. പോലീസിനോട് കയർക്കുന്നുണ്ട്. അവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയില്ല എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചു പറയുന്നത് അവരുടെ നിലപാടാണ് SFI പ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷേ സംഘർഷ സാധ്യത ഒഴിവാക്കണം. കാരണം ഒരു മതിലിനപ്പുറത്തേക്ക് ഈ ABVP പ്രവർത്തകർ, അതായത് യുവമോർച്ച BJP പ്രവർത്തകർ അവിടെ ഉണ്ട്. അവരും നേരത്തെ ഈ വിവാദം പറഞ്ഞ പശ്ചാത്തലത്തിൽ അവരും കൂടുതലായി തന്നെ ഈ സെന്റ് ഹാളിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ മാറില്ല എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഈ ശ്രമം ഇപ്പോൾ വിഫലമായിരിക്കുന്നു. ചില പ്രവർത്തകരെ പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അകത്ത് കയറ്റാനോ, ഈ വണ്ടിക്കുള്ളിൽ കയറ്റാനോ ഉള്ള ശ്രമം അത് അവർ തന്നെ തടഞ്ഞിരിക്കുന്നു. ചില പ്രവർത്തകരകത്ത് കയറ്റിയിട്ടുണ്ട്. അവരും ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമം നടത്തുന്നുണ്ട്. മറ്റ് പ്രവർത്തകരുമായുള്ള ഒരു വാക്കേറ്റം അതിപ്പോൾ പോലീസ് നിർത്തിയിട്ടുണ്ട്, തടഞ്ഞിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായ തർക്കത്തിലാണ്. അവിടെ ചില SFI നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് വാഹനത്തിനകത്തേക്ക് വലിച്ചു കയറ്റുകയുണ്ടായി. അവരെ പുറത്തേക്ക് വിടണം എന്നതാണ്